എൻ്റെ പേര് ആനി ജോർജ്. ഞങ്ങളിവിടെ നീലഗിരി ജില്ലയിൽ ദേവാല എന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞാൻ 2010 ജനുവരിയിൽ എറണാകുളത്ത് നടന്ന കൺവെൻഷനാണ് ലാസ്റ്റ് കൂടിയത്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് അങ്കമാലിയിലായിരുന്നു ഞങ്ങളുടെ വീട്. ഞങ്ങൾ ദേവാല എന്ന സ്ഥലത്താണ് ഇപ്പം 3.5 വർഷമായിട്ട് താമസിക്കുന്നത്. ഞാൻ ഈ ദേവാല വന്നതിന് ശേഷം എനിക്ക് സ്പിരിറ്റ് ജീസസിനെ കുറിച്ച് പിന്നെ ഒരു അറിവ് ഉണ്ടായില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പ്രാർത്ഥനയിൽ പങ്കെടുക്കണം, മധ്യസ്ഥ പ്രാർത്ഥനയിലെല്ലാം പങ്കെടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതെവിടെയാണ് ഉള്ളതെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ മനസ്സ് നൊന്ത് ഞങ്ങൾ ഈ സ്പിരിറ്റ് ജീസസിൽ നിന്ന് മാറി നിന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ ദേവാലയം വന്ന സമയത്ത് കുറേ ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടു. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ഈ സ്പിരിറ്റ് ജീസസിൻ്റെ ധ്യാനം എരുമാടുണ്ടെന്ന് നാട്ടിൽ നിന്ന് അനിയൻ വിളിച്ചു പറഞ്ഞ സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും മകളും കൂടി ഇവിടെ ധ്യാനത്തിന് പങ്കെടുക്കാൻ കടന്നു വന്ന് എരുമാട് ധ്യാനത്തിന് വന്ന് പങ്കെടുക്കാൻ കാല് കുത്തിയ സമയം മുതൽ ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കര അഭിഷേകമാണ് ഉണ്ടായത്. കഴിഞ്ഞ ധ്യാനത്തിലെ മകൾ സാക്ഷ്യം പറഞ്ഞു, ആന പോയ കാര്യങ്ങളെല്ലാം അവൾ പറഞ്ഞു. അതെല്ലാം ഞങ്ങളുടെ ആ മേഖല ശരിക്കും മകൾ പറഞ്ഞ പോലെ തന്നെ ഒരു ആനയുടെ തൊഴുത്തെന്ന് തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് നേരെ ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ മലയുടെ സൈഡിൽ ഒരു 9 ആന മിക്കവാറും ദിവസം ഞങ്ങൾ കാണാറുണ്ട്. ഈ ധ്യാനം കഴിഞ്ഞതിന് ശേഷം ആ പരിസരത്ത് ഒരു ആന പോലും ഇതിന് ശേഷം ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ രാവിലെ ഞങ്ങൾക്ക് പാലപ്പത്തിൻ്റെ ബിസിനസ്സാണ്. രാവിലെ തന്നെ ലൈനിൽ അപ്പം കൊണ്ട് പോണ സമയത്ത് എല്ലാ ദിവസവും ചേട്ടൻ എന്നോട് പറയുമായിരുന്നു, ആദ്യമൊക്കെ പോണ വഴി എപ്പോഴും ആനയാണ്, 2 സൈഡിലും ആനയാണെന്ന് എപ്പോഴും പറയാറുണ്ട്. ഈ എരുമാട് ധ്യാനം കൂടിയതിന് ശേഷം എല്ലാ ദിവസവും ഞങ്ങൾ ചോദിക്കും, അതിൽ പിന്നെ ഇന്ന് വരെ ഒരു ആനയെ പോലും ആ മേഖലയിൽ കണ്ടതായി കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. പിന്നെ എനിക്ക് കിട്ടിയ സൗഖ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് തമിഴ്നാട്ടിൽ വന്നതിന് ശേഷം ഈ തണുപ്പടിച്ച സമയത്ത് ഈ മൂക്കിൻ്റെ ഇവിടെ ഭയങ്കര ഒരു തടസ്സമായിരുന്നു. ഞാൻ എന്നും വിക്സ് എൻ്റെ മൂക്കിൽ ഇങ്ങനെ കയറ്റി വെച്ചുകൊണ്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ഈ ധ്യാനത്തിൻ്റെ സമയത്ത് ആ പ്രാർത്ഥനയിൽ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദനയോ എന്തെങ്കിലും ഉള്ള സ്ഥലത്ത് കൈവയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ വിക്സ് മുഴുവനും എൻ്റെ മൂക്കിക്കട ഇങ്ങനെ ഭയങ്കര ഒരു എന്താ പറയണേന്ന് എനിക്കറിയില്ല, എരിവ് പോലെ 2 ദിവസം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് ആ മൂക്കിലുള്ള ആ തടസ്സം ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഞാനും മകളും കൂടി അഭിഷേക ധ്യാനത്തിന് വാഗമൺ ചെന്നു. അവിടെ ചെന്നിട്ട് എനിക്ക് ഭയങ്കര അഭിഷേകമാണ് എനിക്ക് കിട്ടിയത്. ആ ദാനിയേൽ പ്രവാചകൻ്റെ കഥ കാതറി സിസ്റ്റർ പറഞ്ഞ സമയത്ത് എനിക്കുണ്ടായ സന്തോഷം എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ചിരിച്ച് ഞാൻ അങ്ങോട്ട് ചിരിച്ച് എന്താണെന്ന് എനിക്കറിയാത്ത രീതിയിലായിരുന്നു എൻ്റെ സന്തോഷം. എൻ്റെ മനസ്സിലൊരു ദുഃഖം ഉണ്ടായിരുന്നു. ഒറ്റപ്പെട്ടോണം ഞങ്ങൾ ഈ തമിഴ്നാട്ടിൽ വന്ന് താമസിക്കുന്ന ആ ഒരു വേദന എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അന്നോടുകൂടി എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ വേദന ഈശോ പൂർണ്ണമായിട്ടും എനിക്ക് മാറ്റിത്തന്നു. പിന്നെ എനിക്ക് ചെറുപ്പം മുതൽ 17 വയസ്സായപ്പോൾ മുതൽ എനിക്ക് നടുവേദനയാണ്. എനിക്ക് ശരിക്കും ഒന്ന് കുനിയാൻ പാടില്ലാത്ത അവസ്ഥ. പക്ഷേ നടുവിന് രോഗമല്ലാതെ ആ നടുവിൻ്റെ നട്ടെല്ലിൻ്റെ ഷേപ്പിൻ്റെ വ്യത്യാസം കൊണ്ടാണ് എനിക്ക് നടുവേദന. അതുകൊണ്ട് എന്നും എക്സസൈസ് ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞത്. എല്ലാ ദിവസവും ഒന്നും എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഭയങ്കര നടുവേദനയായിരുന്നു. ഇവിടുന്ന് വാഗമൺ വരെ 12 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ ചെന്ന് പച്ചവെള്ളത്തിൽ കുളിച്ചു. പിന്നത്തെ ആഴ്ച സൂര്യനെല്ലിയിൽ പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ടും എനിക്ക് ഇന്ന് വരെ നടുവേദന എന്നൊരു അസുഖം അതിൽ പിന്നെ ഉണ്ടായിട്ടില്ല. എരുമാട് ധ്യാനം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ ദൈവം എനിക്ക് എൻ്റെ കുടുംബത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും. പിന്നെ എൻ്റെ മകൻ ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉണ്ടായുള്ളൂ. ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ അവന് ജോലി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആകെ നിരാശയിലായിരുന്നു. ഞങ്ങൾ എരുമാട് ധ്യാനം കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച ഞങ്ങളുടെ കൂട്ടായ്മയുള്ളവരെല്ലാവരും കൂടി അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പിറ്റത്തെ ആഴ്ച തന്നെ അവന് നല്ലൊരു സാലറിയോടുകൂടി തന്നെ നല്ലൊരു ജോലി എൻ്റെ മകന് കർത്താവ് തന്ന് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി.